മാഷാ അല്ലാഹ് മാഷാ അല്ലാഹ് മബ്റൂക്ക്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. തങ്ങൾ പാപ്പാന്റെ ഒരു ഇസ്കാല് തുടങ്ങി വെച്ചല്ലോ, മനസ്സിലായില്ലേ? കാരണം ഇതിങ്ങനെ DC ആയി പോയപ്പോ ഇനിയിപ്പോ വിത്തിലുണ്ടാവില്ല എന്നുള്ളവർക്ക് തങ്ങൾ പാപ്പ ചോദ്യം ഉദ്ഘാടനം ചെയ്തതാ. നല്ല ചോദ്യമാണ് ചോദിച്ചത്. സയ്യിദന്മാര് അഹ്ലു ബൈത്തിൽപ്പെട്ട മഹാന്മാരായ ആളുകള് തെറ്റായ മോശമായ കാര്യം ചെയ്താൽ അവരെ വിമർശിക്കാൻ പാടുണ്ടോ എന്നാ ചോദ്യം. അല്ലെങ്കിൽ ഈ തെറ്റ് കാണുമ്പോ ആ തെറ്റ് ചെയ്യുന്നവരെ പരസ്യമായി വിമർശിക്കുക എന്നത് ശറഇന്റെ രീതിയല്ല, ഇസ്ലാം ശരീഅത്തിന്റെ രീതിയല്ല. ആരെയും, തങ്ങന്മാരെന്നല്ല, ആരെയും, ഒരു മുഅ്മിനായ മനുഷ്യൻ ആര് തന്നെ ആവട്ടെ, അവൻ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവനെ പരസ്യമായി ആക്ഷേപിക്കുക, വിമർശിക്കുക എന്നത് ഇസ്ലാം ശരീഅത്തിന്റെ ശൈലിയല്ല. മറിച്ച് തെറ്റ് കണ്ടവനെ, അധികാരപ്പെട്ടവരാണെങ്കിൽ അതിന്റെ നടപടിയെടുക്കുക, അല്ലാത്തവരാണെങ്കിൽ അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ എന്ന നിലക്ക് അയാളെ വ്യക്തിപരമായി ബന്ധപ്പെട്ട് നല്ല നിലക്ക് ഉപദേശിക്കാം. അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് ശരിയല്ല, അങ്ങനെ ചെയ്യരുത് എന്ന് അദ്ദേഹത്തോട് ഉപദേശിക്കാം. ഗുണകാംക്ഷയോടുകൂടി ആ ഉദ്ദേശം ഇഖ്ലാസ് ഉണ്ടെങ്കിൽ അദ്ദേഹം അത് സ്വീകരിച്ചാലും സ്വീകരിച്ചിട്ടില്ലെങ്കിലും പറഞ്ഞ ആൾക്ക് പ്രതിഫലം കിട്ടും. എന്നാൽ പരസ്യമായി എഴുതിക്കൊണ്ടോ പ്രസംഗിച്ചുകൊണ്ടോ ആക്ഷേപിച്ച് വിമർശിച്ചുകൊണ്ട് പറയുക എന്നത് ശറഇന്റെ മാർഗം അല്ല. അപ്പൊ അത് തങ്ങന്മാരായാൽ പ്രത്യേകിച്ചുമല്ല. എന്നാൽ അവർ തെറ്റ് കണ്ടാൽ തിരുത്തണ്ടേന്ന് വെച്ച് തീർച്ചയായിട്ടും തിരുത്തണം. അതിന് അർഹതപ്പെട്ട ആളുകള്, ഉദാഹരണം, ഒരു തങ്ങൾ തെറ്റ് ചെയ്താൽ ഒരു ഉത്തരവാദപ്പെട്ട ഭരണാധികാരി എന്ത് ചെയ്യണം? അയാളെ ശിക്ഷിക്കേണ്ടി വരില്ലേ എന്ന് ചോദിച്ചപ്പോൾ അതെ, ശിക്ഷിക്കണം. പക്ഷെ അപ്പോൾ എന്താണ്? സ്വന്തം പിതാവ് ശരീരത്തിലോ വസ്ത്രത്തിലോ മലിനമായി കണ്ടാൽ സ്നേഹമുള്ള മക്കൾ ചെയ്യേണ്ടത് ആ മാലിന്യം മാന്യമായി കഴുകി വൃത്തിയാക്കി കൊടുക്കുക എന്നതാണ്. എന്നതുപോലെ പിതാവ്, സ്വന്തം പ്രിയപ്പെട്ട പിതാവിന്റെ ഔറത്ത് വെളിവായാൽ അത് മാനക്കേടാകാത്ത നിലക്ക് ആ ഔറത്ത് മറക്കാൻ മക്കൾക്ക് ബാധ്യതയുണ്ട് എന്നതുപോലെ ആ തെറ്റ് മാന്യമായി തിരുത്തി കൊടുക്കാം. അല്ലാതെ പരസ്യമായി വിമർശിക്കുക എന്നത് ആരും മെച്ചല്ല. അതോടുകൂടി സയ്യിദന്മാരെ തീർച്ചയായിട്ടും മെച്ചമില്ല. അത് അവരെ ഉപദേശിച്ചു നോക്കുക. നന്നാണെങ്കിൽ നന്നാട്ടെ, നന്നാകണില്ലെങ്കിൽ പിന്നെ തഹ്ദീർ ചെയ്യാം. ഇന്നുണ്ട്, ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് അത് സൂക്ഷിക്കേണ്ടതാണ് എന്ന് പറയാം. അല്ലാതെ അയാളെ വിമർശിക്കുക എന്നത് പ്രശ്നത്തിന് ഒരിക്കലും പരിഹാരമല്ല. അടുത്തൊരു ചോദ്യം, കുറെ ചോദ്യന്മാരുണ്ട്. ഇപ്പൊ എന്നെ ഇവിടെ ചോദിക്കാൻ കുറെ ആൾക്കാരാക്കിയിട്ടാണ് ഞാൻ ചോദിച്ച അവസ്ഥ ചീത്ത ഇടാനുള്ള ഒരു രീതിയിൽ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. മറ്റുള്ള ഗ്രൂപ്പിന്, അതായത് നമ്മളെ എതിർ സമസ്ത എന്ന് പറയുന്ന എതിർ ഗ്രൂപ്പിന് ചില ആളുകൾ മൂരി എന്ന് പ്രയോഗിക്കുന്നു. അങ്ങനെ പ്രയോഗിക്കാൻ പാടുണ്ടോ എന്നൊരു സംശയം ഒരാള് ചേളാരികളെ അങ്ങനെ ചോദിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഉസ്താദ് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് PM വന്നിട്ടുണ്ട്. ഉസ്താദ് വിശദീകരിച്ചാലും. ഓക്കെ, അസ്സലാമു അലൈക്കും. ലഖബാണ്. ഓരോരുത്തർക്ക്, ഒരാൾക്ക് പേരിന്റെ പുറമെ ചില ലഖബുകൾ ഉണ്ടാവും, സ്ഥാനപ്പേരുകൾ. അത് ഗുണഗണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നല്ല ഗുണാണെങ്കിൽ അതിന് നല്ല ലഖബ് ഉണ്ടാവും, ചീത്ത ഗുണാണെങ്കിൽ ചീത്ത ലഖബും ഉണ്ടാവും. പക്ഷേ ഈ ലഖബ് പറയുമ്പം അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞൊരു ആയത്തുണ്ട്, അല്ലാതെ ശ്രദ്ധിച്ചാൽ നന്ന്. വലാ തനാബസു ബിൽ അൽഖാബ്, വലാ തനാബസു ബിൽ അൽഖാബ് ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ വമൻ ലം യതുബ് ഫഉലൈക ഹുമുൽ ളാലിമൂൻ. പടച്ചോൻ കാക്കട്ടെ. ലഖബ്, വലാ തനാബസു ബിൽ അൽഖാബ്, ഇങ്ങനെയുള്ള കുറ്റപ്പേരിട്ടുകൊണ്ട് നിങ്ങൾ അന്യോന്യം അധിക്ഷേപം ചൊരിയരുത്. ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ. നിങ്ങളൊക്കെ മാപ്പിളാരല്ലേ, മോമിനീങ്ങളല്ലേ. മോമിനായ സ്ഥിതിക്ക് നിങ്ങള് പരസ്പരം കുറ്റപ്പേര് വിളിച്ച് കുത്തുവാക്ക് ഉപയോഗിക്കരുത് എന്ന് അല്ലാഹു തആല സൂറത്തുൽ ഹുജറാത്തിലൂടെ വ്യക്തമായി
ഉപദേശിച്ചതാണ്. ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ട് ഏതായാലും പറയാൻ പാടില്ല. പിന്നെ ഒരു വിഭാഗത്തെ മൊത്തത്തിൽ അവരുടെ സ്വഭാവം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയേണ്ടി വന്നാൽ എന്നാൽ തന്നെ മനസ്സിലായില്ലേ, നമ്മുടെ സ്വഭാവ ഗുണത്തിന് അത് യോജിച്ചതല്ല ഏതായാലും. എന്തുകൊണ്ട് ആ പേര് നല്ല യോജിപ്പവർക്കുണ്ട്, ആ സംഗതിയൊക്കെ ശരി തന്നെ. പക്ഷെ യോജിപ്പുണ്ടെങ്കിൽ പോലും അങ്ങനെ പറയുന്നത് ഭംഗിയല്ല. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ സുബ്കി ഇമാമ്, തന്റെ പുത്രനാവുന്ന നമ്മളെ ജമ്മൽ ജവാമിയൊക്കെ രചിച്ച മകൻ സുബ്കി റളിയല്ലാഹു തആല അൻഹു ഉസ്താദാവുന്ന പിതാവിന്റെ ഹളറത്തിൽ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമയത്ത് മഹാനവർകൾ വസ്ത്രം കഴുകി ഉണങ്ങാൻ വേണ്ടിയിട്ട് വിരിച്ചാണ്. അതിന്റെ അടുത്ത് കൂടെ ഒരു നായ എങ്ങനെ വരികയാണ്. അലക്കി ഉണങ്ങാൻ ഇട്ട തോരയിട്ട വസ്ത്രത്തിന്റെ സമീപത്ത് കൂടെ ഒരു നായ അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ മൂപ്പർക്ക് തോന്നി ആ നായപ്പ തൊടുവോ ഇല്ലെന്ന്. എന്ന് പറഞ്ഞു. ആര്? ബഹുമാനപ്പെട്ട മകൻ സുബ്കി റളിയല്ലാഹു തആല. ഷെയ്ഖും ഉസ്താദും ബാപ്പയുമാവുന്ന വലിയ സുബ്കി ഇമാം ഇത് കേൾക്കുകയാണ്. അടുത്ത് വിളിച്ചിട്ട്, യാ ബുനയ്യ ഇന്നക ലം തുമർ ബിൻതിസാബി, പൊന്നു മോനെ, ഈ നായന്റെ തറവാട് പറയേണ്ട ആവശ്യം എന്താ എനിക്ക്? അപ്പൊ മകൻ ഒരു വിദ്യാർത്ഥിയാണ്, ചോദിക്കാണ്, യാ അബത്തി അലൈസ കൽബു ഇബ്നുൽ കൽബ്, ആ നായ ഒരു നായന്റെ മോൻ തന്നെയല്ലേ? സംഗതി ഹക്കാണ്, പറഞ്ഞത് ഹക്കാണ്. പക്ഷേ ഉടനെ ബഹുമാനപ്പെട്ടവര് പറഞ്ഞു, ഇന്നക്ക അറത്ത, നീ ആ പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത് അതിന് ഇകഴ്ത്തലല്ലേ, ഒരു തരം താഴ്ത്തലല്ലേ ഉദ്ദേശിച്ചത്? തീർച്ചയായിട്ടും അത് നമുക്ക് സ്വഭാവ ഗുണത്തിന് ചേർന്നതല്ല. അപ്പോ സംഗതി ആ സിഫത്ത് നല്ല ചേർച്ച ഉണ്ടാക്കൂട്ടിരിക്ക്, മനസ്സിലായില്ലേ? പക്ഷെ എന്നാൽ പോലും മാന്യന്മാരായ ആളുകൾ അതെടുത്ത് പറയൽ ഭംഗിയല്ല, അത് സൽസ്വഭാവത്തിന് ചേർന്നതല്ല. ഖുർആൻ പറഞ്ഞതനുസരിച്ച് വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസ്മിൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ, അവിടെ നിൽക്കുക നമ്മൾ, അതാ ഖൈർ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൗണ്ട് ക്ലിയർ ഉണ്ട്, കേൾക്കാമോ? ഇതൊരു പുതിയ PC ആണ്, എല്ലാം അറിയിക്കുക. അല്ല റെസ്റ്റ് അടിച്ച ഉപകാരം, ഉസ്താദിനെ ശല്യപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. കേൾക്കുന്നോ? വലൈക്കും സലാം. ഓക്കെ ഉസ്താദെ, ഇന്നലത്തെ ഹദീസിൽ റവാ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു തആല അൻഹു ലമ്മ അറദല്ലാഹു തആല എന്ന് പറഞ്ഞിട്ട് ഇൽഹാർ നൂറുൽ മഖ്സൂനി വഇബ്റാദുൽ ജൗഹറുൽ മക്നൂൻ മിൻ അബ്ദുല്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ അത്ഹരി ഫതാത്തിൻ ഫിൽ അർബ് എന്നൊരു വാക്ക് ഉണ്ട് ഉസ്താദ്. അത് ഉസ്താദ് ഇന്നലെ അർത്ഥം വെക്കാൻ വിട്ടുപോയോ എന്നൊക്കെ സംശയമുണ്ട് ഉസ്താദ്, ഞാൻ കേട്ടിരുന്നില്ല. അത് എന്താണ് ഉസ്താദ് ഈ അത്ഹരി ഫതാത്തിൻ ഫിൽ അർബ് എന്നുള്ളത്? പിന്നൊന്ന് വദാലിക, അത് ഫീലിൽ വെള്ളിയാഴ്ച രാത്രിയാകുന്നു എന്ന്. ഇത് ഏതാണ് ഉസ്താദ്? അല്ലാഹു തആല ഇൽഹാറാക്കാൻ ഉദ്ദേശിച്ചതായിരുന്നു, അങ്ങനെ ഉസ്താദ് എന്ന് പറഞ്ഞ ഉപകാരമായിരിക്കും. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അത്ഹരി ഫതാത്തി ഫിൽ അർബ് ഉണ്ട്, ഇന്നലെ വായിക്കാൻ വിട്ടുപോയോന്ന് എന്റെ ധാരണയിൽ ഉണ്ടായിട്ടില്ല. ഇന്നലെ ആരും ചോദിച്ച് ഉണർത്തിയിട്ടുമില്ല. വിട്ടുപോയതാണെങ്കിൽ സംഗതി ഉണ്ട്. അത്ഹരി ഫതാത്തിൻ ഫിൽ അർബി, അന്ന് ജീവിച്ചിരിക്കുന്ന, അങ്ങനെയാണ്, അക്കാലത്ത് ജീവിച്ചിരിക്കുന്ന അറബി ഗോത്രങ്ങളിലെ എല്ലാ അർത്ഥത്തിലും വിശുദ്ധയായ പലരും ഉണ്ട്. ആ കൂട്ടത്തിൽ ഏറ്റവും വിശുദ്ധ എല്ലാ അർത്ഥത്തിലും എന്ന് പറഞ്ഞാല് തറവാടിത്വം കൊണ്ടും അതുപോലെ തന്നെ ആത്മവിശുദ്ധി കൊണ്ടും തൗഹീദിലുള്ള വിശ്വാസം കൊണ്ടും ഒക്കെ അത്ഹറായ ആളായിരുന്നു മഹദിയായിരിക്കുന്ന ആമിന റളിയല്ലാഹു തആല അൻഹ. കാരണം അക്കാലത്ത് തന്നെ പലരും ഹനീഫിയത്ത് ഉൾക്കൊള്ളുന്നവരുണ്ടായിരുന്നു. അവർക്ക് ഇസ്ലാമിനെ പറ്റിയൊന്നും അറിയില്ല.
അതുപോലെ തന്നെ ഇബാദത്തിനെ പറ്റിയൊന്നും അറിയില്ല. പക്ഷേ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ മില്ലത്താവുന്ന ഹനീഫിയത്തിൽ വിശ്വസിച്ച ആളുകളിൽപ്പെട്ടതാണ്. അങ്ങനെയുള്ളവരിൽപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ, ആമിന റളിയല്ലാഹു തആല അൻഹ ഒക്കെ. അപ്പൊ ആ നിലയ്ക്ക് വിശ്വാസം കൊണ്ടും ഏറ്റവും വിശുദ്ധയായവളാണ്, തറവാടിത്വം കൊണ്ടും ഏറ്റവും വിശുദ്ധയായവരാണ്. അതോടുകൂടി ഒരു പെണ്ണ് എന്ന നിലക്ക് പാതിവൃത്യം കൊണ്ടും വിശുദ്ധയാണ്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഹസബ് കൊണ്ടും നസബ് കൊണ്ടും ഈമാൻ കൊണ്ടും അത്ഹറായ അക്കാലത്ത് ജീവിച്ചിരുന്ന അറബികളിൽ ഏറ്റവും അത്ഹർ വിശുദ്ധയായ യുവതിയായ ആമിന ബീവിയിലേക്ക് നീങ്ങാൻ. ആ സംഭവം നടന്ന രാത്രിയല്ല, അള്ളാഹ് വേണ്ടിവെച്ച രാത്രി എന്നല്ല. അള്ളാഹുവിന്റെ വേണ്ടക്ക എന്നൊക്കെ പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ സാബിഖായ ഖളാ ആണ്. ആ സാബിഖായ ഖളായിൽ അബാനപ്പെട്ട അബ്ദുല്ലാഹ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ശറഫാക്കപ്പെട്ട മുതുകിൽ നിന്നും ആദരവാക്കപ്പെട്ട ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങാൻ ഇന്തിഖാലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത ആ ഇന്തിഖാലിന്റെ രാത്രി, അതാണ് ദാലിക എന്ന് പറഞ്ഞത്. അല്ലാതെ അള്ളാഹു തആല വേണ്ടി വെച്ച രാത്രി എന്നല്ല, ഇന്തിഖാലിന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്തിയാർ ചെയ്ത രാത്രി എന്നർത്ഥം. അസ്സലാമലൈക്കും. ഉസ്താദിന്റെ അടുത്ത് മൈക്ക് പോയതാണെന്ന് അറിയില്ല, ആണെങ്കിലും ടെസ്റ്റ് അടിച്ചാൽ കുഴപ്പമില്ല. ക്ലിയർ ആണ്, സൗണ്ട് ക്ലിയർ ആണോ? സൗണ്ട് ഓക്കെ ആണോ? അസ്സലാമലൈക്കും. ഉസ്താദെ, എൻ്റെ ചോദ്യം എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു ചോദ്യമാണ്. എൻ്റെ ഭാര്യ നിസ്കരിക്കുമ്പോൾ അത്തയ്യാത്തിന് ഇരിക്കുമ്പോൾ വലത്തെ കാലിന്റെ തള്ളവിരല് നിലത്ത് അമർത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടത് ഭാഗം വേദനയാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അവര് തള്ളവിരല് നിലത്തിട്ടാണ് വെക്കുന്നത്. അതുകൊണ്ട് നിസ്കാരത്തിൽ ഭംഗം വല്ലതും വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. എൻ്റെ ഭാര്യ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ പ്രായമായ എൻ്റെ ഉമ്മയും അടുത്തുണ്ട്. അവരും പ്രത്യേകം ദുആ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മാക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാവിധ റാഹത്തും സന്തോഷവും നൽകട്ടെ. അല്ലാഹു തആല അവസാനം അൽമടിയൊക്കെ ഈമാൻ സലാമത്താക്കി തരുമാറാകട്ടെ. കാല് വേദന കൊണ്ട് അത്തഹിയാത്തിലിരിക്കുന്ന സമയത്ത് പെരുവിരലിന്റെ ഉള്ളൽ വെക്കാൻ കഴിയുന്നില്ല എന്ന്. അതുകൊണ്ട് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. വിരലിന്റെ വലത്തെ കാലിന്റെ വിരലുകളുടെ പള്ള എന്ന് പറഞ്ഞാൽ അല്പമെങ്കിലും, ഏതെങ്കിലും വിരലിന്റെ അല്പമെങ്കിലും കുത്തിവെച്ചുകൊണ്ടുള്ള ഇരുത്തമാണ് സുന്നത്തായ രീതി. അത് പ്രയാസം, രോഗം പോലെയുള്ള വിഷമം കൊണ്ട് അത് ഒഴിവാക്കിയാൽ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി ഒന്നുമില്ലാതെ തന്നെ ഒരാള് വിരലിന്റെ പള്ള വെക്കാതെയാണ് അത്തഹിയാത്തിൽ ഇരുന്നത്. ചില ആളുകളൊക്കെ മടക്കിയിട്ട് പുറമാണല്ലോ വെക്കുക. അങ്ങനെ വെച്ചാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ കാല് വെക്കുന്ന സുന്നത്തായ രീതി അല്ലാത്തത് കൊണ്ട് ആ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും മാത്രം. കാല് വേദന പോലെയുള്ള അസൗകര്യങ്ങൾ ഉണ്ടെങ്കിൽ സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടൂല. അല്ലെങ്കിൽ ഒരു കാരണവും ഇല്ലാതെയാണ് വിരലിന്റെ പള്ള വെക്കാതെ അത്തഹിയാത്തിന്റെ ഇരുത്തം ഇരുന്നത് എങ്കിൽ ആ ഇരുത്തത്തിലുള്ള ഒരു സുന്നത്തിന്റെ കൂലി നഷ്ടപ്പെടും. എന്നാലും നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അസ്സലാമലൈക്കും. കേൾക്കുന്നുണ്ടോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. ഉസ്താദെ, ഈ ഉളുഹിയത്തെ ബന്ധപ്പെട്ടൊരു കാര്യം ചോദിക്കാനാണ്. ഈ ഉളുഹിയത്തിന്റെ ഇറച്ചി മുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എനിക്കൊരാൾ ഉളുഹിയത്തിന്റെ ഇറച്ചി തരി, അത് എന്റെ ഉടമസ്ഥതയിലായതിനു ശേഷം ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അത് പാടില്ലാത്തതാണോ എന്ന് അറിഞ്ഞാൽ. അതും തന്നെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ കൂട്ടത്തിൽ വിശദമായി തന്നെ പറഞ്ഞിരുന്നു. മുസ്ലിം അല്ലാത്ത ആളുകൾക്ക് ഉദൂഹിയത്ത് അർത്ഥവര് നേരിട്ട് കൊടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല,
അത് ലഭിച്ച ആളുകൾ ഭക്ഷണമായി പാകം ചെയ്ത് കഴിക്കുന്ന സമയത്ത് പോലും അമുസ്ലിംകളായ ആളുകൾക്ക് അതിൽ നിന്നിട്ട് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. കാരണം അതൊരു ഇബാദത്തുമായി ബന്ധപ്പെട്ട വസ്തു ആയതുകൊണ്ട് ആ ഇബാദത്തിന് അർഹതപ്പെട്ടവരല്ലാത്ത അമുസ്ലിംകൾക്ക് അത് കൊടുക്കുന്നത് തെറ്റാവുന്നു എന്നാണ് നിയമം. മനസ്സിലായില്ലേ? അല്ലാത്ത നമ്മൾ ഭക്ഷണം ഉണ്ടാക്കിയതിൽ നിന്നിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുകയോ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി സാധനം കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇത് ഇബാദത്തിന്റെ ഭാഗമാണ്. ഫിത്ർ സക്കാത്ത്, അതുപോലെ തന്നെ മുതലിന്റെ സക്കാത്ത്, അതുപോലെ തന്നെ ഉളുഹിയ്യത്ത് പോലെയുള്ളതൊക്കെ ഇബാദത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. അത് ആ ഇബാദത്തിന്റെ അഹ്ലുകാരായ മോമിനീങ്ങളായ ആളുകൾക്കേ കൊടുക്കാൻ പാടുള്ളൂ. അല്ലാത്തവർക്ക് നേരിട്ട് കൊടുക്കാനും പാടില്ല. കൊടുത്ത് നമുക്ക് കിട്ടിയതിൽ നിന്നിട്ട് ഭക്ഷണമായി പാചകം ചെയ്ത് നാം കഴിക്കുന്ന സമയത്ത് പോലും അതിൽ നിന്നിട്ട് അമുസ്ലിങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നതാണ് ഷാഫി മദ്ഹബ്. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം കൂടെ മുലുവിനെ പറ്റി, റസൂലുള്ളാഹിന്റെ ജന്മദിനെ പറ്റി, അതിന്റെ മുലുവിനെ പറ്റിയിട്ടാണുള്ളത് ചോദ്യം വന്നത്. ഈ മുജാഹിദ് പറയുന്ന ഒരു ചരിത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സദസ്സിലേക്ക് തിരിച്ചിരുമ്പോൾ അവിടെ സഹാബത്തെ കുട്ടികള് അവര് തലയിൽ ബദ്രു പാടി. അപ്പോൾ റസൂൽ വഫീന നബിയൻ എന്നൊരു ബൈത്ത് പാടി. അതിനു മുമ്പ് പാടിക്കൊണ്ടിരുന്ന ബദ്രീങ്ങളെ മദ്ഹായിരുന്നു. റസൂല് കേൾച്ചപ്പോൾ അവരുടെ എന്ത് ചെയ്തു? വഫീന നബിയൻ എന്നൊരു ബൈത്ത് പാടി. റസൂൽ ആ ബൈത്ത് പാടണ്ട, നിങ്ങൾ ആദ്യം മുതൽ തന്നെ നിന്നോളൂ, അതൊരു ചുകലായിക്കോളൂ എന്ന് പറഞ്ഞ് അവിടെ അവർ റസൂല നിരോധിച്ചു. റസൂലാനെ മദ്ഹ് പറയുന്നത് നിരോധിച്ചു എന്ന് എന്റെ മുജാഹിദ് പറയുന്നുണ്ട്. അതിനെപ്പറ്റി വിശദീകരിച്ച വളരെ ഉപകാരമായിരുന്നു. ദുആസിത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഹാബിയക്ക് തിരിയായി അല്ല, ഓല് മനുഷ്യനെ പറ്റിച്ച വിവരമില്ലാത്ത സാധുക്കളെ വഞ്ചിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. യഥാർത്ഥത്തിൽ റുബയ്യ ബിന്ത് മുഅവ്വിദ് ബിൻ അഫ്റാ റളിയല്ലാഹു തആല അൻഹ കല്യാണം നടക്കുകയാണ് അവരുടെ. അങ്ങനെ കല്യാണം നടക്കുന്ന സമയത്ത് അവരുടെ വീട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കല്യാണത്തിന് ചെല്ലുന്നു. അപ്പോ ബഹുമാനപ്പെട്ട ബദറിൽ ഷഹീദായ കുറെ അൻസ്വാരികളായ സഹാബാക്കളുടെ മദ്ഹുകൾ ചൊല്ലിക്കൊണ്ട് പാട്ടുപാടി ദഫ് മുട്ടുകയായിരുന്നു കല്യാണത്തിൽ ആ കുട്ടികൾ. ഇത് കല്യാണാഘോഷ. അങ്ങനെ കല്യാണാഘോഷത്തിന്റെ സമയത്ത് പാട്ടുപാടി ബദരീങ്ങളെ പറഞ്ഞ് ദഫ് മുട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അതിൽപ്പെട്ട ഒരു കുട്ടി പാടി വഫീനാ നബിയുൻ യഅലമു മാ ഫീ ഗദീ, നാളത്തെ കാര്യം അറിയുന്ന ഒരു നബിയും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിപ്പം പറയേണ്ട സമയമല്ല, ഇതിപ്പോ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ബദർമാരെ പാടുന്ന സമയത്ത് ബദർമാരെ പാടിയാ മതി. ആ ബദരീങ്ങളുടെ നേതാവ് എന്നുള്ളവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിവരിക്കാം, അതിന് കുഴപ്പമില്ല. കാരണം ബദർമാരാന്ന് പറഞ്ഞാൽ നബി തങ്ങളും പെട്ടല്ലോ. നബി തങ്ങളാണല്ലോ ബദരീങ്ങളുടെ റയീസ്, നേതാവ്. നബി തങ്ങളുടെ നേതൃത്വത്തിലല്ലേ ബദരീങ്ങൾ യുദ്ധം ചെയ്തത്. അപ്പൊ ബദരീങ്ങളെ മദ്ഹ് പാടുന്ന ബദർമാരെ പാടുന്നോടത്ത് അവിടെ ബദർമാരെ പാടിയ അതിലുള്ള മദ്ഹ് പറയേ, മറ്റേ വേറെ പറയാന്നുള്ള അർത്ഥത്തിനാണ്. അപ്പോ കല്യാണാഘോഷ സമയത്ത് പ്രത്യേകമായി കല്യാണപ്പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് പാടിയാ മതി. അത് റസൂലുള്ളാഹിന്റെ മദ്ഹ് പാടാൻ പാടില്ല എന്നല്ല പറഞ്ഞത്, ബദറും പാടാന്ന് ഇപ്പൊ ഇന്ന് കിട്ടി. വഹാബിക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, മൗലൂദ് ഓകണ്ടാന്ന് പോലെ അയിമെന്ന് മനസ്സിലാക്കിയെങ്കിൽ മാല ബദർമാലും ബദർ മൗലൂദും എപ്പോഴും ചെല്ലാന്നായിരുന്നു വഹാബി മനസ്സിലാക്കണം. അങ്ങനൊന്നുമല്ല പറഞ്ഞത്. ഓരോ സന്ദർഭത്തിനും ആ സന്ദർഭത്തിന് യോജിച്ച നിലക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഒന്ന്. മറ്റൊന്ന്, നിരുപാധികം വഫീന നബിയുൻ യഅലമു മാ ഫീ ഗദീ, ഭാവിയിൽ വരാനിരിക്കുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നവരായ ഒരു നബിയുണ്ട് എന്ന് പറയുമ്പോ കല്യാണത്തിന് വന്ന ആളുകളുടെ കൂട്ടത്തില് വിവരമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാവുമല്ലോ. കല്യാണല്ലേ, കല്യാണത്തിന് എല്ലാവരും വരൂലേ. അപ്പൊ അവിടെ അങ്ങനെ പാടുമ്പം ഏതെങ്കിലും ആളുകൾ തെറ്റിദ്ധരിക്കാൻ ഇടയുണ്ട്. ഈ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വന്തം തന്നെ അറിയാൻ കഴിയും എന്ന് ധരിക്കാൻ വഴിയുണ്ട്. അങ്ങനെയുള്ളൊരു ധാരണ കർഷക വരുന്ന നിലക്ക് വർണ്ണിക്കണ്ട എന്ന അർത്ഥത്തിലും ആവാം വിരോധിച്ചത്. എന്നാൽ അറിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നതാണ്. എങ്ങനെ അള്ളാഹുവിനെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്.
അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ കടക്കുന്ന മുഴുവൻ ആളുകളുടെയും പേരും അവരുടെ വാപ്പാന്മാരുടെ പേരും സ്വർഗത്തിൽ കടക്കുന്ന മുഴുവൻ ആളുകളും അവരുടെ വാപ്പമാരുടെ പേരും ഉൾപ്പെടെ അള്ളാഹു തആല ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ എന്ന് അള്ളാഹു തആല തുറന്നു പറഞ്ഞതുമാണ്. അങ്ങൾക്കറിയാത്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു തങ്ങൾക്ക് അറിയിച്ചു തന്നു. അള്ളാഹു തആല വലിയ മഹത്തായിരിക്കുന്ന ഔദാര്യം ചെയ്തിട്ടുണ്ട് തങ്ങൾക്ക് എന്ന് പറഞ്ഞ്. അപ്പൊ അള്ളാഹു അറിയിച്ചു കൊടുത്തവരാണ്, വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹു തആല അറിയിച്ചു കൊടുത്തവരാണ് എന്ന് പാടുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ തിരുത്തുമായിരുന്നില്ല. അതില്ലാതെ ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയും എന്ന് പറയുമ്പോൾ നബി തങ്ങൾക്ക് സ്വന്തം അറിയും എന്ന് വിവരമില്ലാത്തവർ ധരിക്കാൻ ഇടയുള്ളതും തെറ്റിദ്ധാരണാജനകവുമായ ഈ ഒരു പാട്ടിന്റെ സന്ദർഭം ഇപ്പോൾ അതല്ല. ഇപ്പൊ ബദറീങ്ങൾ വന്ന് പറയാണല്ലോ, ഇപ്പൊ അത് പറഞ്ഞോന്നാ അർത്ഥം. അപ്പൊ ബദർമാല പാടാ എന്ന് അതിൽ നിന്ന് കിട്ടി. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞതായി ഇമാം തുർമുദി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ വളരെ പ്രസിദ്ധമായതുണ്ട്. ഞാൻ തങ്ങളെ പറ്റി ഒന്ന് പറയണം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളുടെ പ്രാർത്ഥന എന്റെ പുലർച്ചെയാണ് എന്നും, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാം ബിശാറത്ത് ചെയ്ത ആളാണ് ഞാൻ എന്നും, അതുപോലെ തന്നെ എന്നെ ഗർഭം ധരിച്ച സമയത്ത് ആമിന ബീവി റളിയല്ലാഹു തആല എന്നെ സ്വപ്നത്തിൽ കണ്ടത് തുടങ്ങിയിട്ട് സ്വർഗത്തിന്റെ കവാടം ആദ്യമായി തുറക്കപ്പെടുന്നവരും ലിബാഹുൽ ഹംദിന്റെ പതാകവാഹനം ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നവനും അത് സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ് എന്ന് തുടങ്ങി തന്റെ മദ്ഹുകൾ ബഹുമാനപ്പെട്ട സ്വഹാബത്തിന്റെ മുന്നിൽ പറഞ്ഞ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പരിചയപ്പെടുത്തുകയും നബി തങ്ങളെ മുന്നിലിരുത്തി മിമ്പറിൽ കയറി ഇരുന്നു കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദ്ഹ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പാടുകയും ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബി കഅന്നക ഖദ് ഖുലിഖത കമാ തശാഉ എന്ന് വരെ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് പാടുകയും ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്റ്റേജ് കൊടുത്തും സമ്മാനം കൊടുത്തും പ്രോത്സാഹിപ്പിച്ചതിന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉൾപ്പെടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബിതങ്ങളെ മദ്ഹ് ചെയ്യുന്നതിനെയോ പുകഴ്ത്തി പറയുന്നതിനെയോ നബിതങ്ങൾ ഒരിക്കലും നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. മറിച്ച് അതിനൊരു പരിധി നിർണയിച്ചു. ഒരു പരിധി, ലാ തത്റൂനി കമാ അത്റത്തിൻ നസറ അൽ മസീഹ ഇബ്നു മറിയം. നിങ്ങൾ എന്നെ പുകഴ്ത്തി 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 ബനു ഇസ്രായേൽക്കാരിൽപ്പെട്ട നസറാക്കള് ഈസാ നബി അലൈഹി സ്വലാമിനെ പുകഴ്ത്തിയതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ എന്നെ പറയരുത്. ഇത്രയും പറഞ്ഞിട്ടുള്ളൂ. വലാകിൻ ഖൂലു അബ്ദുല്ലാഹി വറസൂലുഹു, അള്ളാഹുവിന്റെ അടിമയും അള്ളാഹുവിന്റെ തിരുദൂതനുമാണ് എന്ന് പറയണം. അവർ അങ്ങോട്ട് എത്രയും പറയാം. അത് മുസ്ലിമാവും പറഞ്ഞല്ലോ, നസറാക്കൾ പറഞ്ഞതുപോലെ ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ ദൈവത്തിന്റെ മുക്കൂട്ടാണെന്നോ പറയരുത്. അതല്ലാത്ത എത്ര വേണമെങ്കിലും അദ്ദേഹം പറയാം. അത്രയും നിബിധങ്ങളും പറഞ്ഞിട്ടുള്ളൂ. നസറാക്കൾ ഈസാ നബി അലൈഹി സ്വലാമിനെ അതിന് വിട്ടു വീഴ്ത്തി ദൈവമാക്കിയതുപോലെ തന്നെ ഞങ്ങൾ പറയരുത്. അത് നമ്മളും പറയാൻ പാടില്ല എന്ന് പറയുന്നത്. അതല്ലാത്ത എത്രയും വാക്കും ബിമാശീത മദ്ഹം ഫീഹി വഅതകിമി അങ്ങനെ പട്ടെ. അസ്സലാമു അലൈക്കും. ഉസ്താദ്, എൻ്റെ ചോദ്യം, സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോകുമ്പോൾ സൗർ ഗുഹയിൽ വെച്ച് സിദ്ദീഖ് റളിയല്ലാഹുവിനെ പാമ്പ് കുത്തിയതായിട്ടുള്ള ചരിത്രം. അപ്പോൾ അത് ഞാനിവിടെ ഒരു പ്രസംഗത്തിൽ കേട്ടതായി അറിഞ്ഞു. അതായത് സിദ്ദീഖ് റളിയല്ലാഹു ഈ പാമ്പ് ഹിജ്റക്ക് 20 വർഷം മുമ്പ് സൗർ ഗുഹയിൽ വന്നതാണെന്നും അതിന് മുമ്പൊരു പ്രസംഗത്തിൽ സുലൈമാൻ നബിന്റെ കാലത്തുണ്ടായിരുന്ന പാമ്പാണെന്നും അത് റസൂലുള്ളാഹിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് അത് അന്ന് സുലൈമാൻ നബിന്റെ കാലത്ത് തന്നെ അവിടെ ഗുഹയിൽ വന്നതാണെന്നും കേൾക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പൊ അതിനെ വിശദമായിട്ട് ഒന്ന് വിശദീകരിച്ചാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ റിലീസ് ചെയ്യാം. അതാ ജാമി തുർമദിയില് ബഹുമാനപ്പെട്ട ഇമാം തുർമദി റളിയല്ലാഹു തആല റിവായത്ത് ചെയ്ത ആ സംഭവം പൂർണ്ണമായിട്ട് ഉടനെ പിന്നെ ചുരുക്കി പറഞ്ഞതാണ്. നോക്കേണ്ടവർക്ക് അതിന്റെ നമ്പർ, ഹദീസ് നമ്പർ ഉൾപ്പെടെ 3616 അങ്ങനെ ധാരാളം വേറെയുണ്ട്. ഒരു സാമ്പിളിനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പാമ്പ് കൊത്തി എന്നത് സത്യമാണ്. എന്നാൽ ഈ പാമ്പ്
കൊല്ലങ്ങളായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ദർശിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരോട് പ്രത്യേകം പ്രാർത്ഥിപ്പിച്ച് ദീർഘകാലം ജീവിച്ചതായിരുന്നു എന്നും അങ്ങനെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടിയിട്ട് താല്പര്യപ്പെട്ട് വന്നപ്പോ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു കാലുകൊണ്ട് തടഞ്ഞു വെച്ചപ്പോ കുത്തിയതാണ് എന്നൊക്കെ ചരിത്രങ്ങളിൽ കാണാം. ഓക്കെ, അത്രയും പറ്റി പറയാൻ കഴിയുള്ളൂ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്താ ആൾക്കാര് എനിക്ക് ചോദിക്കാൻ വേണ്ടി കൈ ചോദിക്കാക്കണോ? ഞാനിപ്പോ സ്കെച്ചിന് വന്നുള്ളൂ. ഏതായാലും എന്റെ ചോദ്യം ഇവിടെ വന്നത്, ഏതായാലും എന്റെ വിഷയം ഞാൻ അറിയില്ല, ഇവിടെ ഇങ്ങനെ പെയ്തി. മുസ്ലിങ്ങൾ അവരുടെ ആഘോഷങ്ങളുടെ ഭക്ഷണങ്ങൾ തന്നാൽ മുസ്ലിങ്ങൾക്ക് തിന്നാൻ പറ്റുമോ എന്നാ ചോദിച്ചത്. ഇൻഷാ അല്ലാഹ് ഞാൻ മൈക്ക് കൂട്ടും. മുസ്ലിങ്ങളുടെ ആഘോഷങ്ങൾ അവരുടെ മതപരമായ പുണ്യമായി കാണുകയും അതിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ആ ഭക്ഷണം മുസ്ലിങ്ങൾക്ക് വാങ്ങാനോ കഴിക്കാനോ പാടുള്ളതല്ല. എന്നാൽ പൊതു സന്തോഷം, ഉദാഹരണം കല്യാണം പോലെയുള്ള, അതുപോലെ തന്നെ കുടികൂടൽ പോലെയുള്ള പൊതുവായ സന്തോഷ കാര്യങ്ങളാണ്, അയൽവാസികളാണ്, സ്നേഹിതന്മാരാണ്, സഹപ്രവർത്തകന്മാരാണ് പോലത്തവർക്കൊക്കെ അത്തരം പരിപാടികളിൽ പങ്കെടുക്കുന്നത് കൊണ്ടോ ഹലാലായ ഭക്ഷണമാണെങ്കിൽ അത് കഴിക്കുന്നത് കൊണ്ടോ കുഴപ്പമില്ല. എന്നാൽ അവരുടെ ആരാധനയുടെ ഭാഗമായ, അവർ പുണ്യമായി വിചാരിക്കുന്ന ചില ചടങ്ങുകളുടെ, ആരാധനകളുടെ ഭാഗമായിട്ടുള്ള ആഘോഷമാണെങ്കിൽ അതിനുവേണ്ടി തയ്യാർ ചെയ്യപ്പെട്ട ഭക്ഷണം കഴിക്കലും അതിൽ പങ്കെടുക്കലും മുസ്ലിങ്ങൾക്ക് പാടുള്ളതല്ല. അസ്സലാമു അലൈക്കും. എന്റെ ചോദ്യം, നമ്മളൊക്കെ നിസ്കാരത്തിന്റെ ശേഷം അഫ്ദല ദിക്ർ എന്ന് ഇമാമ് ഉറക്കെ പറയാറുണ്ട്. ഇതില് ഈ ഫിഖ്ഹില് ഏതെങ്കിലും ചെല്ലണം എങ്കിലും നമ്മളെ പോലത്തെ സാധുക്കള് ഓഫലത്തായി പോകാതിരിക്കാൻ വേണ്ടി ഒരു തമ്പീഹ്, ഉണർത്തുക എന്ന നിലക്കാണ് ഇമാമ് ഉറക്കെ സുബ്ഹാനല്ലാഹ് എന്ന് ചൊല്ലുന്നു. അപ്പോ ഫദക്കിർ വഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഒരു ഉത്ബോധന, ഒരു ഉണർത്തൽ നടത്തണം, അത് ഈമാനുള്ളവർക്ക് ഫലം ചെയ്യും എന്ന ഖുർആന്റെ അടിസ്ഥാനത്തിൽ മുമ്പുകാലം മുതലേ ഉള്ള ഉലമാക്കള് മൗമൂമിങ്ങളെ തമ്പീഹ് ചെയ്യുക, ഉണർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി സുബ്ഹാനല്ലാഹ് എന്ന് ഉറക്കെ പറയും. അപ്പോ ബാക്കിയുള്ളവരൊക്കെ സുബ്ഹാനല്ലാഹ് 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 പറയും. അത് കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാഹ് എന്നൊന്ന് പറയും. അപ്പൊ അൽഹംദുലില്ലാഹ് പറയും. ഇതിന്റെ ശേഷം അഫ്ളൽ ദിക്ർ എന്ന് പറയും. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 10 വട്ടം ചൊല്ലും. അപ്പൊ സുന്നത്ത് 33 ഒന്നും 100 വട്ടവും 10 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നും ചൊല്ലൽ സുന്നത്താണെന്ന് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. ആ സ്ഥിരപ്പെട്ട കാര്യം മൗമൂമിങ്ങളെ തംബീഹ് ചെയ്യാൻ എന്ന ഉദ്ദേശത്തോടു കൂടി ഇമാമ് സുബ്ഹാനല്ലാഹ് എന്നും അൽഹംദുലില്ലാഹ് എന്നും അല്ലാഹു അക്ബർ എന്നും ഉറക്കെ ഒരു പ്രാവശ്യം പറയുമ്പം അത് ഏറ്റ് മറ്റുള്ളവർ ചൊല്ലുകയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ പ്രചോദനമായിക്കൊണ്ട് അഫ്ളൽ ദിക്ർ എന്ന് ഉണർത്തുകയും ചെയ്യുന്നത് തംബീഹിന്റെ ഭാഗമാണ്. അത് ഫദക്കിർ വഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ, ഉത്ബോധനം നടത്തുക, ഓർമ്മപ്പെടുത്തുക, ഈമാനുള്ളവർക്ക് അതുകൊണ്ട് ഫലം ചെയ്യും എന്ന ആയത്തിന്റെ അമലിന്റെ അടിസ്ഥാനത്തിൽ മുൻഗാമികളായ ആളുകൾ നടപടിയാക്കിയതാണ്. ആ ഉദ്ദേശത്തോടു കൂടി അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഓക്കെ. ഞാന് അതെനിക്ക് മനസ്സിലായി. അതിന്റെ ന്യായമല്ല ചോദിച്ചത്. ഫത്തുലുമയിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫിഖിന്റെ ഗ്രന്ഥങ്ങളിൽ അത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. മറ്റൊരു സംശയം എനിക്കില്ല. നിസ്കാരത്തിന് ശേഷം നമ്മുടെ ഉസ്താദന്മാരൊക്കെ ഇപ്പോ ഇഷാക്ക് ശേഷം ഒരു പ്രത്യേക ദുആ, സുബൈക്ക് ശേഷം പ്രത്യേക ദുആ ആയിരിക്കും, അങ്ങനെ ളുഹുറിന് ഒരു പ്രത്യേക ദുആ ആയിരിക്കും. ഇങ്ങനെയുള്ള ഈ പ്രത്യേക ദുആകളൊക്കെ എവിടെയാണ് പറഞ്ഞത്? ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ തസവുഫിന്റെ ഗ്രന്ഥങ്ങളിലോ അതല്ലെങ്കിൽ ചരിത്രത്തിലോ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഏത് ഗ്രന്ഥത്തിലാണത് പറഞ്ഞിട്ടുള്ളത്? ഈ അഫ്ളൽ ദിക്ർ എന്നുള്ളതിന്റെ ന്യായമല്ല ഞാൻ ചോദിക്കുന്നത്. അത് കിതാബുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായി. അത് എവിടെയാണ് പറഞ്ഞത്? ആരാണത് അത് തുടങ്ങിയത്? അതുപോലെ തന്നെ ഈ പ്രത്യേകമായ ദുആകള് ആരാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്? പ്രവാചകന്റെ കാലത്തുള്ള ദുആ തന്നെയായിരുന്നോ അത്? അതല്ല അത് പിൽക്കാലത്തിന് ശേഷം എന്ന ഏതെങ്കിലും മഹാന്മാരായ ആളുകൾ തുടങ്ങി വെച്ചതാണോ?
പഠിച്ചോൻ കാക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മഹാന്മാരായ സലഫുസ്സാലിഹീങ്ങളുടെ മാർഗത്തിൽ ഉറപ്പിച്ചു നിർത്തി രക്ഷപ്പെടുത്തുമാറാകട്ടെ എന്ന് എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ ചെയ്യാണ്, പ്രത്യേകിച്ച് എനിക്ക് വേണ്ടി. പ്രിയപ്പെട്ട സുഹൃത്ത് സുന്നിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു കാര്യം മനസ്സിലാക്കണം. ചേകനൂര് കേട്ടിട്ട് ഞങ്ങൾക്ക് ഈ ചേകനൂര് ആദ്യം തുടങ്ങിയ തർക്കം എന്താണെന്നറിയോ? അഫ്ളൽ ദിക്ർ എന്ന ദിക്ർ ബാക്കിയൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പതുക്കെ പറയും പോലെ അല്ലാതെ അഫ്ളൽ ദിക്ർ എന്ന് പറയുമ്പോ എല്ലാവരും കൂടി എന്താ ഉറക്കൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അങ്ങനെ ബാക്കിയുള്ളതൊക്കെ സിറായിട്ട് ചെല്ലണമെന്നും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ ഉറക്ക ദിക്ർ ചെല്ലണം എന്നും ആരാ പറഞ്ഞത്, എവിടെ പറഞ്ഞതെന്നാണ് ഈ ചേകനൂര് ആദ്യമായി ഉന്നയിച്ച തർക്കം. അതുപോലെ തന്നെ ഇസുന്യന്റെ ഒരു നേതാവ് ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദിന്റെ പ്രധാനപ്പെട്ട ഒരു ശിഷ്യനായിരുന്നു. അയാൾ തുടങ്ങിയ കൊണക്കൽ എന്താ അറിയോ? ദിക്ർ ചെല്ലുമ്പോ ആടാൻ പാടുണ്ടോ ഇല്ലേ എന്ന തർക്കം. ആടാൻ പാടുണ്ടോ ഇല്ലേ, അത് കേട്ട് എനിക്ക് ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പറയുന്ന ഞങ്ങൾ അതോടുകൂടിയാണ് അവൻ കുറ്റിയോടുകൂടെ ആടിക്കഴിഞ്ഞു. സ്വന്തം ശിഷ്യനാവുന്ന പ്രധാനപ്പെട്ട നല്ലൊരു പണ്ഡിതനായിരുന്നു അയാള്. ഇസുന്നിയിൽ പോയി അങ്ങനെ കോട്ടുമൽ ഉസ്താദ് പറഞ്ഞ അതോടുകൂടി അവൻ കുറ്റിയോട് ആടിയിരിക്കുന്നു പറഞ്ഞതുപോലെ തന്നെ അവസാനം അയാൾ വഹാബിയായിട്ടാണ് മരിച്ചത്. അറിയാം നമുക്ക്. അപ്പോ ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ഉസ്താദന്മാരും ആ ഉസ്താദന്മാരും അവരുടെ ഉസ്താദന്മാരും അങ്ങനെ കഴിഞ്ഞുപോയ മഹാന്മാരായ നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ സലഫുസ്സാലിഹീങ്ങളായ ആളുകൾ ചില കാര്യങ്ങൾ ചിട്ടയായി നടപ്പിലാക്കി വരുന്നത് നമ്മൾ പിൽക്കാലത്ത് അത് ചിട്ടയായി നടപ്പിലാക്കി വരുന്നു. അത് ഇന്ന കിതാബ് പറഞ്ഞിട്ടുണ്ട്, ഇന്നോടത്ത് പറഞ്ഞിട്ടുണ്ട് എന്ന് ചിന്തിച്ചുകൊണ്ടല്ല മറിച്ച് ഈ അന്വേഷണം മുൻഗാമികളായ നമ്മുടെ ഉസ്താദന്മാരും അവരുടെ ഉസ്താദന്മാരും നടപ്പിലാക്കി പോരുന്ന ഒരു കാര്യം. ആ കാര്യത്തെക്കുറിച്ച് അവിടെ എവിടെ പറഞ്ഞു, എങ്ങനെ പറഞ്ഞു, ആര് പറഞ്ഞു, ഞാനല്ല ചോദിക്കുന്നത്, എന്ന് പറഞ്ഞാൽ ചേകനൂരിന്റെ അനുഭവം വരാതെ അതുപോലെ തന്നെ ഇസുന്നിയുടെ നേതാവിന്റെ അനുഭവം വരാതെ അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ എന്നാണ് എനിക്ക് ദുആ ചെയ്യാനുള്ളത്. അത് എന്നെ പറ്റിയിട്ടാണ്, നിങ്ങളെ പറ്റിയിട്ടല്ല. നിങ്ങൾ സുന്നിയാണെന്നാണ് ചോദ്യം കേട്ടപ്പോ എനിക്ക് മനസ്സിലായത്. ഏതായാലും ഈ ചിന്ത നല്ലതിൽ നിന്നിട്ട് ഉടലെടുത്തതല്ല എന്ന് പ്രിയപ്പെട്ട സുഹൃത്തിനെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ്. എന്നായാലും വേണ്ടിയില്ല, ഇസ്ലാം വിരോധിക്കാത്ത ഒരു ഹൈറായ കാര്യം ഇന്നും തുടങ്ങാം. ഇന്നലെ ഇല്ല, നോട്ടിക്കോളി, ഇന്നലെ ഇല്ല. പക്ഷെ ഇസ്ലാമിൽ ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇജ്മാൽ കൊണ്ടോ ഖിയാസ് കൊണ്ടോ വിരോധിക്കപ്പെട്ടതല്ലാത്ത ഏതൊരു ഖൈറായ കാര്യവും ചെയ്യാം. അതിന് ഇന്ന കിതാബ് പറഞ്ഞു എന്ന് തെളിവുണ്ടെങ്കിലേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നിങ്ങൾ അങ്ങനെ കണ്ടുകയാണെങ്കിൽ ആ കണ്ടത് പറഞ്ഞെന്നാൽ അതനുസരിച്ച് നമ്മൾക്ക് പിന്നീട് തുടരാം എന്നേ ഇപ്പൊ പറയാൻ പറ്റുള്ളൂ. ചുരുക്കത്തിൽ നമ്മളെ മുൻഗാമികളായ മശായിഖന്മാരും ഉസ്താദന്മാരും ഒക്കെ അങ്ങനെ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മളും അത് ചെയ്യുന്നു. ഇസ്ലാമിൽ അത് വിരോധിച്ചതായിട്ട് എവിടെയും കണ്ടിട്ടില്ല. അസ്സലാമു അലൈക്കും. ഞാന് മറ്റേ സുന്നി എന്നല്ല ഉസ്താദ് ദുആർന്ന് ചെയ്ത് നന്ദി. ഞാൻ ചോദിച്ചതാണ് ആരാണ് തുടങ്ങിയത് എന്നുള്ളതാണ്. ആരാണ് ഈ ഇതൊക്കെ തുടങ്ങിയത്? അത് ഞാൻ ചെയ്യുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നിങ്ങൾ തൽക്കാലം നിൽക്കി, ഞങ്ങൾ വേറെ കുറെ ആൾക്കാർ ചോദിക്കാൻ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് സംശയങ്ങൾ ഏകദേശം ഇപ്പോൾ 2-3 പ്രാവശ്യങ്ങൾ ചോദിച്ചില്ലേ? അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദ് പറഞ്ഞു തരുന്നതിന്റെ അതിന്റെ വിധികൾ ആരാന്ന് തുടങ്ങിയതെന്ന് എവിടുന്നാ തുടങ്ങിയതെന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഇസ്ലാം നല്ലൊരു കാര്യം പ്രവർത്തിക്കുന്നതിന് പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പൊ അത് മനസ്സിലാക്കി നമ്മൾ ഉസ്താദ്മാർ നമ്മളെക്കാളും വിവരമുള്ള ആൾക്കാർ നമുക്ക് ഇതിന്റെ ആൻസർ പറയുന്നത്. അപ്പൊ അത് നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാകുക. അഞ്ഞ് ബാക്കിയുള്ളവർ ചോദിക്കട്ടെ. ഒരുപാട് ആൾക്കാർ കൈ ഉയർത്തി നിൽക്കുന്നുണ്ട്, അവർക്കും പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഉസ്താദ് എനിക്കൊരു ചോദ്യം വന്ന് ഞാൻ ചോദിക്കുന്നു. സ്ത്രീകള് തവാഫിലോ സഅയിലോ ഉണ്ടാകുമ്പോൾ നിസ്കാരം തുടങ്ങിയാൽ, അതായത് ഹറം നിസ്കാരം തുടങ്ങിയാലായിരിക്കും ചോദിക്കുന്നത്. നിസ്കാരം തുടങ്ങിയാൽ സ്ത്രീകൾ ജമാഅത്തായി നിസ്കരിക്കേണ്ടതുണ്ടോ?
അതോ ഒറ്റക്ക് നിസ്കരിക്കുന്നതാ ഉത്തമം എന്നാണ് ചോദിച്ചത്. അപ്പൊ ഞാൻ മൈക്ക് വിടുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഹറബിൽ തവാഫിന് പോയി എത്തി ആ സമയത്ത് അവിടെ ജമാഅത്ത് നടക്കുന്നുണ്ടെങ്കിൽ അന്യപുരുഷന്മാരുമായി ഇടകലരാതെ ഒതുങ്ങി ഒരു ഭാഗത്ത് ആ ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കാവുന്നതാണ്. ജമാഅത്തിനായി പോകൽ പാടില്ല. അത് പ്രത്യേകം നിർദ്ദേശത്തിൽ ഹദീസിൽ സ്ത്രീകൾ പെടില്ല എന്ന് മഹാന്മാരായ ഉലമാക്കൾ എല്ലാവരും പറഞ്ഞതിന്റെ പുറമെ ഇന്ന് നിലവിലുള്ള ഹറമിലെ ഇമാമിയങ്ങളുമൊക്കെ ആവർത്തിച്ച് പറയുന്ന കാര്യമാണ്. പക്ഷേ തവാഫിന് പോയതായിരുന്നു അല്ലെങ്കിൽ ഉംറയ്ക്ക് പോയതായിരുന്നു, തവാഫ് കഴിഞ്ഞ് അല്ലെങ്കിൽ സ്വൈ കഴിഞ്ഞപ്പോഴേക്ക് അല്ലെങ്കിൽ അതിന്റെ ഇടയിൽ നിസ്കാരത്തിന്റെ സമയമായി ജമാഅത്ത് തുടങ്ങി. എന്നാൽ അന്യപുരുഷന്മാരുമായി ഇടകലരാതെ സ്ത്രീകൾ നിൽക്കുന്ന ഭാഗത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് ആ ജമാഅത്തിൽ തുടർന്ന് നിസ്കരിക്കാം. അതിന് കുഴപ്പമില്ല. അവിടെ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ജമാഅത്തിൽ തുടരാം. കുഴപ്പമില്ല. അവിടെ ഒറ്റയ്ക്ക് നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ജമാഅത്തിൽ തുടരാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കാമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു ചോദ്യമുള്ളത്, ഒരാൾ അക്കീക്ക നേർച്ചയാക്കി, അദ്ദേഹം അത് അറവ് നടത്തി. അപ്പോ അതിൽ നിന്ന് അതിന്റെ അഹിലുകാർ അത് അറുത്ത അഹിലുകാർക്ക് അതിൽ നിന്ന് വല്ലതും കഴിക്കാൻ പറ്റുമോ എന്ന് ഒരു ചോദ്യമുണ്ടായിരുന്നു. ചോദ്യം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. അതാ ബഹുമാനപ്പെട്ട സക്കി ഉസ്താദ് നേരത്തെ പറഞ്ഞ ആ സംഭവം ഹദീസ് അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട്. പെണ്ണുങ്ങൾക്ക് അതിൽ ബാധകല്ലാതെ ഇബ്നു ഹുസൈമ ഇമാമുൽ ഇമാമൊക്കെയാണ് അയാളെ പരിചയപ്പെടുത്തുന്നത്. ഇബ്നു ഹുസൈമെ ദലീലു അലാ അന്ന ഖൗല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ മസ്ജിദി ഹാദാ അഫ്ളു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു മിനൽ മസാജിദി അറാദ ബിഹി സ്വലാത്തു റിജാൽ ദൂന സ്വലാത്തി നിസാ. ഈ ഹറമിലെ മക്കത്തെ ഹറമ് മദീനത്തെ ഹറമിലെ പ്രത്യേക നിസ്കാരത്തിന്, പള്ളിയിലെ നിസ്കാരത്തിന്റെ പ്രത്യേക പുണ്യം പറയുന്നത് സ്ത്രീകൾക്ക് ബാധകമല്ല. അതേ സമയത്ത് പോയി എത്തിയാൽ നിസ്കരിക്കണം, അത് വേറെ വിഷയമാണ്. ആട്ടെ, ഇനി ഇപ്പൊ ചോദിച്ച രണ്ടാമത്തെ ചോദ്യം ചോദിച്ച സുഹൃത്ത് പറഞ്ഞത് ഹഖീഖത്ത് സംബന്ധമായ ഒരു മസലയാണ്. ഹഖീഖത്ത് അറുക്കാൻ നേർച്ചയാക്കിയാൽ അത് വുജൂബായി. വുജൂബായ ഹഖീഖത്ത് അറുത്താൽ ഉദഹിയത്ത് പോലെ തന്നെ ആ അറുത്ത വ്യക്തിയോ അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമായവരോ അതിൽ നിന്ന് ഭക്ഷിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ആ അർത്ഥ നാട്ടിൽ തന്നെ അത് പൂർണ്ണമായി വിതരണം ചെയ്യേണ്ടതാണ്. മൂന്നാമത്തേത്, അത് സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ടവരല്ലാത്ത കഴിവുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാടില്ല. ഇത്രയും കാര്യം നിർബന്ധമായ ഹഖീഖത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഉദൂഹിയത്ത് പോലെ തന്നെ നിർബന്ധമായാൽ അങ്ങനെയാണ്. അതേസമയത്ത് സുന്നത്തായ ഹഖീഖത്താണെങ്കിൽ അതിൽ നിന്ന് അല്പം എടുത്തുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഭക്ഷിക്കുന്നത് പ്രത്യേകം സുന്നത്താണ്. അത് കരളിൽ നിന്നായാൽ പ്രത്യേകവും സുന്നത്താണ്. പക്ഷെ അത് സുന്നത്തിന് മാത്രമേ ബാധകമാവൂ. നേർച്ചയാക്കി കഴിഞ്ഞാൽ അത് വുജൂബാവും. വുജൂബായാൽ പിന്നെ ആ അർത്ഥ വ്യക്തിയോ അയാൾ ചെലവ് കൊടുക്കൽ നിർബന്ധമാവുന്ന അയാളുടെ ഭാര്യ മക്കൾ പോലുള്ളവരോ അതിൽ നിന്നിട്ട് ഭക്ഷിക്കാൻ പാടില്ല. പക്ഷേ അകന്ന ബന്ധുക്കൾക്ക്, സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട അകന്ന ബന്ധുക്കൾക്ക് കൊടുത്തു, അവരത് സ്വീകരിച്ചതിന് ശേഷം ഭക്ഷണം ഉണ്ടാക്കി അവർ തരികയാണെങ്കിൽ അതിൽ നിന്നിട്ട് കഴിക്കുന്നതിനോട് കുഴപ്പമില്ല. അതായത് നേരിട്ട് ഇവർക്ക് ഓഹരി എടുക്കാൻ പാടില്ല. ഓഹരി കൊടുക്കണമെങ്കിൽ സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവരായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് കൊടുത്ത് അവരത് ഭക്ഷണമാക്കി കഴിഞ്ഞാൽ ആ ഭക്ഷണം അവർ തരികയാണെങ്കിൽ അതിൽ നിന്നിട്ട് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഉസ്താദെ, അപ്പൊ അതോടൊപ്പം ഇപ്പൊ ഭാര്യ വീട്ടിൽ നിന്നാണ് അറുത്തതെങ്കിൽ അപ്പോ ഭർത്തൃ വീട്ടിലേക്ക് കൊടുത്തേക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ? അതായത് മഹലിൽ തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടി സംശയം ഉണ്ടായിരുന്നു. മൈക്കിൾ ലീസ്. അർത്ഥ വുജൂബായതാണെങ്കിൽ അഥവാ നേർച്ചയാക്കിയ വുജൂബാവുണ്ടോ? വുജൂബായതാണെങ്കിൽ ആ അടുത്ത പ്രദേശത്ത് തന്നെ കൊടുക്കണം, മറ്റുള്ളവർക്ക് കൊണ്ടുപോകാൻ പാടില്ല. സുന്നത്തായതാണെങ്കിൽ കുറച്ച് അവിടെ കൊടുത്തിട്ട് ബാക്കിയുള്ളത് കൊണ്ടുപോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഹഖീഖത്ത് നേർച്ചയാക്കിയാൽ വുജൂബാവും,
ഉജൂബായാൽ എവിടെ വെച്ചിട്ടാണോ അർത്ഥതെങ്കിൽ ആ മഹല്ലത്തിൽ തന്നെ കൊടുക്കും വേണം. അത് സക്കാത്ത് വാങ്ങാൻ പറ്റുന്നവർക്ക് മാത്രമേ കൊടുക്കാനും പാടുള്ളൂ. ഈ അർത്ഥ ആൾക്ക് അത് എടുക്കാനും പാടില്ല. സുന്നത്തായ ഹഖീഖത്താണ് സാധാരണ അർക്കല്. അങ്ങനെയാണെങ്കിൽ അർത്ഥ സ്ഥലത്ത് കുറച്ചു കൊടുത്താൽ ബാക്കിയുള്ളത് ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഉജൂബായതാണെങ്കിൽ അവിടെ തന്നെ കൊടുക്കണം, കൊണ്ടുവരാൻ പാടില്ല. പക്ഷെ അവിടുന്ന് വാങ്ങിയവർക്ക് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. പറഞ്ഞേക്ക് നമ്മളെ ഈ ഭർത്താവിന്റെ നാട്ടുകളിൽപ്പെട്ട അർഹതപ്പെട്ട സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട കുറച്ച് ആളുകൾ വന്നവരുണ്ടായിരുന്ന ബന്ധുക്കളോ ഒക്കെ ആവാം. ആ വന്നവർക്ക് നമ്മൾ ഇവിടുന്ന് കൊടുത്തു, അവരത് വാങ്ങിയിട്ട് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല. അല്ലാതെ ഈ അർത്ഥ ആള് കൊണ്ടുവന്ന് മറ്റൊരു നാട്ടിൽ കൊടുക്കാൻ പാടില്ല ഉജൂബായതാണെങ്കിൽ. സുന്നത്തായതാണെങ്കിൽ അർത്ഥ നാട്ടിൽ കുറച്ച് വിതരണം ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് മറ്റു നാട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. എന്നോട് റേഡിയോ ശ്രോതാവിന്റെ ചോദ്യമാണ്. ഇപ്പോ ഒരു കമ്മിറ്റി അവര് ഇപ്പോ നാട്ടിൽ 1 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിന്ന് കൊടുക്കും. പക്ഷെ അത് 3 ഗഡുവായിട്ട് കൊടുക്കേണ്ടി വരും. 3 ഗഡുവായിട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിൽ പലിശ വരുന്നുണ്ടോ? ഇപ്പൊ അത് അവര് 65 രൂപ ഇപ്പോ 65 ദിർഹംസ് വെച്ചിട്ടാണ് ഇപ്പൊ എങ്ങനെയെങ്കിൽ അങ്ങനെ എന്തോ പറയുന്നുണ്ട്. ഒരു ഇത്ര പൈസ ഫിക്സ്ഡ് ആക്കിയിട്ട് അവർക്ക് കൊടുക്കുന്നു. അതിൽ 3 ഗഡുവായിട്ട് കമ്മിറ്റിക്ക് കൊടുത്താൽ മതി. അപ്പൊ അത് ഇതായിട്ട് വരുമോ എന്ന് ചോദിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്താണ് റോയിസ മസല? എനിക്ക് മനസ്സിലായില്ലല്ലോ. എന്താ സംഗതി? ഇപ്പൊ എന്തിനെ പറ്റിയാ ചോദിച്ച്? പണമിടപാടാ? മനസ്സിലായില്ല. അതൊന്ന് വിശദീകരിച്ച് പറയണം. ഹലോ, അസ്സലാമു അലൈക്കും. അത് വിശദീകരിക്കാൻ വെച്ച് കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ ഇപ്പൊ നാട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ 3 ഗഡുവായിട്ട് കൊടുത്താൽ മതി. നമുക്കിവിടെ ചില സമയം കുറച്ചധികം ഇവിടെ കൊടുക്കേണ്ടി വരും. പക്ഷെ അത് 3 ഗഡുവായിട്ട് കൊടുത്താൽ മതി. അവരാദ്യം പറയുന്നുണ്ട് 3 ഗഡുവായിട്ട് ഇങ്ങനെ തരണമെന്നില്ല. അത് പലിശയായി മാറുമെന്നില്ല അവർ ചോദിക്കുന്നത്. കമ്മിറ്റിന്റെ 3 ഗഡുവായിട്ട് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ അത് നേടുമെന്ന് അവർ പറയും. ഓക്കെ, അസ്സലാമു അലൈക്കും. എനിക്ക് ശരിക്കും മനസ്സിലായില്ല. റേഡിയോ ശ്രോതാവ് ഇതിനെ ടൈപ്പ് ചെയ്ത് തന്നതാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. എന്താണ് സംഗതി നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഇവിടെ പോയി കമ്മിറ്റിക്കാർക്ക് ഉദാഹരണം 65 ദിർഹം കൊടുത്താൽ 1000 രൂപ നാട്ടിൽ കിട്ടും. അങ്ങനെ 6500 ദിർഹംസ് 3 ഗഡുവായിട്ട് കൊടുത്താൽ റെഡി കാശായിട്ട് 1 ലക്ഷം രൂപ നാട്ടിൽ കൊടുക്കും. ഇതാണ് ഇപ്പൊ സംഗതി എന്നാ എനിക്ക് തോന്നുന്നു. മനസ്സിലാണ്? അങ്ങനെയല്ലേ? അങ്ങനെ ആയിരിക്കും. അതായത് ഇപ്പൊ സംഗതി 61 ദിർഹംസ് വേണ്ട, അതിനും താഴെയാണ് ബാങ്ക് റേറ്റ്. മനസ്സിലായില്ലേ? 60-70 എന്നാണ് ഇന്ന് കണ്ടത്. 60 ഞങ്ങളറിയാതെ. അപ്പൊ നിങ്ങൾ അവിടെ അതിലും കുറച്ചുകൂടി കുറയണം. അപ്പൊ 60 ദിർഹംസ് കൊടുത്താൽ 1000 കിട്ടണം. അപ്പൊ ചുരുക്കത്തിൽ 6000 ദിർഹംസ് ഒന്നിച്ചു കൊടുത്താൽ 6000 കുറച്ച് താഴെ മതി എന്നർത്ഥം. 6000 ദിർഹംസ് ഒന്നിച്ചു കൊടുത്താൽ 1 ലക്ഷം അവിടെ കൊടുക്കുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് 1 ലക്ഷം അവർ കൊടുക്കും. പക്ഷെ 3 ഗഡുവായിട്ട് 6500 ദിർഹംസ് കൊടുക്കണം. ഇത് പലിശപ്പെടുവോ? അതാണ് ഇപ്പൊ ചോദ്യം അല്ലേ? അങ്ങനെയാണ് തോന്നുന്നത്. 3 ഗഡുവായിട്ട് കൊടുക്കുക. അപ്പൊ ഇതെന്താണ്? അതായത് കാശ് അതിപ്പോ ഒരു ബുദ്ധിമുട്ട് പിടിച്ച മസല തന്നെയാണ് സംഗതി. മനസ്സിലായില്ലേ? ഇത് യഥാർത്ഥത്തിൽ നഖദാണ്, നാണയാണ് എന്ന് പറഞ്ഞ ആജാതി കളിയൊന്നും നമ്മൾ പറ്റൂല. നഖദ് അല്ല, നഖദിന്റെ സ്ഥാനത്ത് നടക്കുന്നതാവുള്ളൂ. നഖദ് ആയിട്ട് പരിഗണിക്കേണ്ടതില്ല എന്ന് വന്നാൽ അങ്ങനെയൊക്കെ ചെയ്യാം. അല്ല ഒറിജിനൽ നാണയമാണ് എന്ന് വന്നാൽ ആ പറഞ്ഞ പണിയൊന്നും ഇവ പറ്റൂല. മാർക്കറ്റ് വിലക്ക് കൈമാറുകയല്ലാതെ കടം വെച്ചിട്ട് മാർക്കറ്റ് വിലയിൽ വ്യത്യാസം വരുന്ന രീതി പണവുമായി കൊണ്ടായതുകൊണ്ട് പലിശ വരാൻ വളരെ കൂടുതൽ സാധ്യതയുള്ളതാണ്. അതേസമയത്ത് അത് നഖദല്ല എന്ന മറ്റേ നമ്മളെ സംസ്ഥാനക്കാരൊക്കെ പറയുന്നതിൽ ഒരു നഖദൊന്നും അല്ല, അത് അർളാണ്, ചരക്കാണ് എന്നൊക്കെ ആണെങ്കിൽ പിന്നെ അവിടെ കുഴപ്പമില്ല. നമ്മൾ സംസ്ഥക്കാരൊക്കെ ഏകദേശം നാണയമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ. ആ നിലക്ക് വരുമ്പോ അത് റെഡി കാശിന് മാർക്കറ്റ് വിലക്ക് അല്ലാത്ത ഈ മാറ്റക്കളികളൊക്കെ
പണം കൊണ്ട് കൈകാര്യം ചെയ്യുമ്പോഴുള്ള ഏറ്റക്കുറവിന്റെയും കടത്തിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ പലിശ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് കൂടുതൽ അതിനെപ്പറ്റി അറിയുന്ന നമ്മളെ പൊന്മള ഉസ്താദിനെ പോലെയൊക്കെ ഉള്ള വലിയ ഉലമാക്കളോട് ചോദിച്ചു ഉറപ്പുവരുത്തേണ്ടതാണ് എന്ന് പറഞ്ഞ് ഞാൻ തൽക്കാലം തടി ഊരാണ്. വാപ്പ മരണപ്പെട്ട 2 പെൺകുട്ടികളെ കല്യാണത്തിനായിട്ട് ആളുകൾ ഫണ്ട് സ്വരൂപിച്ച് നല്ല തുക പിരിഞ്ഞു കിട്ടി. അതിൽ ആ 2 കുട്ടികളുടെ കല്യാണം നന്നായി നടക്കുകയും ചെയ്തു. പിന്നെ പൈസ പിന്നെയും ബാക്കിയാണ്. അതിൽ അവർക്ക് വരുമാനത്തിന് വേണ്ടിയുള്ള ഒരു കാര്യത്തിൽ അവർ പൈസ നിക്ഷേപിച്ചു. പിന്നെയും പൈസ ബാക്കിയാണ്. അപ്പം അവർ ചോദിക്കുകയാണ്, അപ്പൊ ആ ഉമ്മക്ക്, ആ വിധവ ഉമ്മക്ക് ഉമ്രക്ക് പോകാൻ ആ പൈസ കൊണ്ട് ഉമ്ര ചെയ്യാൻ പറ്റുമോ? ഇങ്ങനെ കല്യാണത്തിന് വേണ്ടി പിരിച്ചാണ്, കല്യാണം നടന്നു, അതിന് പുറമെ വരുമാനത്തിന് നിക്ഷേപിക്കുകയും ചെയ്തു, പിന്നെയും പൈസ ബാക്കിയാണ് അവർക്ക് വേണ്ടി പിരിച്ച പൈസ. അത് വെച്ചിട്ട് ഉമ്രക്ക് പോകാൻ പറ്റുമോ എന്നാണ് ഒരാൾക്ക് അറിയേണ്ടത്. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഒരു കാര്യത്തിന് വേണ്ടി പിരിവെടുത്തു കഴിഞ്ഞാൽ ആ വിഷയത്തിൽ അത് ഉപയോഗിക്കുകയും ആ ആവശ്യം കഴിഞ്ഞിട്ട് മിച്ചം വന്നാൽ സമാനമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യണം എന്നാണ് സാധാരണ ഉലമാക്കന്മാര് പറയുക. മനസ്സിലായില്ലേ? ഉദാഹരണം, ഒരു പള്ളി എടുക്കാൻ വേണ്ടിയിട്ട് പിരിവെടുത്തു. വഖഫൊന്നുമല്ല, ഒരു പള്ളി എടുക്കാൻ വേണ്ടി കുറെ ആൾ സംഭാവന കൊടുത്ത് പിരിവെടുത്തു. ആ പള്ളി എടുത്തിട്ട് ബാക്കി ഉണ്ട്, ആ പള്ളിക്ക് ഇനി അതിന്റെ ആവശ്യമില്ല എന്ന് കണ്ടാൽ സമാനമായ മറ്റൊരു പള്ളി എടുക്കാനോ പള്ളിയുടെ അറ്റകുറ്റപ്പണി തീർക്കാനോ അതല്ലെങ്കിൽ പള്ളിയുടെ പൂർത്തിയാക്കാനോ ഒക്കെയുള്ള ആവശ്യത്തിന് അത് ഉപയോഗിക്കാം. എന്നതുപോലെ ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ഒന്നിലധികം 1-2 കുട്ടികളുടെ കല്യാണത്തിന് വേണ്ടി പിരിവെടുത്തു. അത് മാന്യമായ നിലക്ക് കല്യാണം കഴിഞ്ഞിട്ട് ആ സംഖ്യ ബാക്കിയുണ്ടെങ്കിൽ സമാനമായ മറ്റാവശ്യത്തിന് കഴിവില്ലാത്ത പാവപ്പെട്ട കെട്ടിക്കാൻ കഴിയില്ലാതെ കുടുങ്ങി നിൽക്കുന്ന മറ്റു കുട്ടികളുടെ കല്യാണത്തിന് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ആ കാശ് കൊണ്ട് എന്തൊക്കെ പോണതിനെ പറ്റിയും അവർക്ക് വരുമാനത്തിന് വേണ്ടി അത് വിനിയോഗിക്കുന്നതിനെ പറ്റിയിട്ടും എനിക്കറിയില്ല. അത്രയും പേരെ പറ്റി ഞാൻ പറയുള്ളൂ. മദീന മുനവറ എന്താ എടുക്കാഞ്ഞ്? മദീന 4006 അല്ലേ? ഇൻഷാ അല്ലാഹ്. ഞാൻ ഉസ്താദേ ഒരു ചോദ്യം, ഗർഭിണികളായ സ്ത്രീകൾക്ക് പല്ലിനെ എലിഞ്ഞ് കൊല്ലുന്നതിന്റെ വിരോധം ഉണ്ടാകുന്നു. ചില ആൾക്കാർ ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ കൊല്ലാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് തോന്നുന്നു. അപ്പൊ അതാണ് ഇപ്പോഴത്തെ ചോദ്യം. ഇൻഷാ അല്ലാഹ് മൈക്ക് വിട്ടു. അങ്ങനെ അഥവാ പല്ലിനെ കൊന്നാൽ പിന്നെ പ്രസവിക്കുമ്പോൾ വിഷമം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കണ്ട് ആരൊക്കെ ബേജാറാക്കി നിന്നാണ്. അതിന് ഉസ്താദിന്റെ വശം ഒന്ന് പറഞ്ഞു കൊടുത്താൽ നന്നായിരിക്കും. അതൊക്കെ ഇപ്പൊ കീശിരി എനിക്കെന്നെ പറഞ്ഞൂടെ? അതൊക്കെ പിന്നെ ഉസ്താദ് പറയേണ്ട ആവശ്യമുണ്ടോ? പൂവിൻ പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിന് കൊണ്ടൊരു സൗരഭ്യം എന്നാണ്. അതൊക്കെ ഗർഭിണിയായ പെണ്ണ് ശരീരത്തിന് ആഫിയത്ത് കുറവുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാ. അല്ലെങ്കിൽ ഇപ്പോൾ കിട്ടണ വടിയോണ്ട് എലിനെയും കൊല്ല പല്ലിനെയും കൊല്ല. രണ്ടും അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നത്താക്കി കൽപ്പിച്ച കാര്യമാണ്. ഈ എലിനെയൊക്കെ ഹറമെന്ന് കണ്ടാൽ പോലും കൊല്ലൽ സുന്നത്താക്കപ്പെട്ട ജീവിയാണ്. അതുപോലെ തന്നെ പല്ലിനെയും കൊല്ലൽ, അതിനെ ഒറ്റയടിക്ക് കൊല്ലാൻ കഴിയുകയാണെങ്കിൽ അതിന് കൂടുതൽ പ്രതിഫലം കിട്ടുന്നു. 2 അടി ആയാൽ പ്രതിഫലം കുറയാ ചെയ്യുക. കാരണം അത്രയും കൊല്ലം കൽപ്പിച്ചപ്പെട്ടിട്ടുണ്ടെങ്കിലും അതിനെ ശല്യം ചെയ്യേണ്ടെന്നുള്ള നിലക്കാണ് ഒറ്റയടിക്ക് കൊല്ലുമ്പോൾ കൂടുതൽ കൂലി കിട്ടും എന്ന് പറയുന്നത്. അപ്പൊ ഗർഭിണിയാണെങ്കിലും പ്രസവിച്ചു കിടക്കുന്നവരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും മുഅ്മിനായ എല്ലാ ആണ് പെണ്ണുങ്ങൾക്കും എലിയെ കൊല്ലലും പല്ലിയെ കൊല്ലലും സുന്നത്താവുന്നു. മനസ്സിലായില്ലേ? ഗർഭമുള്ള സമയത്ത് പല്ലിനെ കൊന്നാല് പ്രസവിക്കാൻ ബുദ്ധിമുട്ടാവുന്ന അറിയണത്. പ്രസവിക്കാൻ എളുപ്പം കിട്ടണേ, പ്രസവിക്കുന്നതിന് ഗർഭാശയത്തിൽ നിന്നിട്ട് പ്രത്യേകം ഒരു കൊഴുത്ത ദ്രാവകമുണ്ട്. അത് പ്രസവിക്കുന്നതോട് കൂടി പുറപ്പെടുമ്പോഴാണ് എളുപ്പം കിട്ടുക.
തീരെ ഇല്ലാതിരിക്കുകയോ അത് നേരത്തെ പോവുകയോ ചെയ്താൽ പ്രസവം പ്രയാസകരമാവും. ഈ പല്ലിക്ക് അതുമായിട്ട് ഒരു സ്വാധീനമില്ല. എന്നാ പോരങ്ങൾക്ക് അത് അള്ളാന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊല്ലാൻ കൽപ്പിച്ച സുന്നത്താക്കപ്പെട്ട ജീവിയാണ്. പ്രസവിക്കാൻ പോണ അന്ന് തന്നെ പോണ ബൈക്കിൽ ഒരു പല്ലിനെ കണ്ട ഒരു ചുള്ളലെടുത്തിട്ട് ഒരു അടി കൊടുത്താണ് കൊന്നോട്ടെ. പ്രസവം അള്ളാഹു തആലാന്റെ റസൂലിന്റെ സുന്നത്തയാത്താക്കി എന്നുള്ളതിന് പേരിൽ പ്രസവം എളുപ്പമായി കിട്ടും. അല്ലാത്തതൊക്കെ അന്ധവിശ്വാസമാകുന്നു. ഒരു നാട്ടാചാരത്തെ കുറിച്ചാണ് ഞാൻ ചോദിക്കുന്നത്. ഞങ്ങൾ ഈ മലപ്പുറത്തുകാരൊക്കെ എല്ലാവരും മുടിയാളിച്ചിലിന്റെ അന്ന് ഈ പൂത്തിനറുത്ത് കഴിഞ്ഞാല് ഈ മുടി കളയുന്ന ആളുകൾക്ക് അവർക്ക് ഒരു പൂത്തിന്റെ കുറകൊന്നായിട്ട് കൊടുക്കും എന്നൊരു ആചാരമുണ്ട്. ഈ ഫത്തലുമുയിലൊക്കെ അല്ല തൂഫയിലൊക്കെ ഇത് ഉണ്ട് എന്ന് ഞാൻ ആരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇത് ശരിയാണോ ഉസ്താദ്? തൂഫയിൽ അങ്ങനെ പറയുന്നുണ്ടോ? പ്രസവിച്ച് മുടി കളയുന്നെന്ന് അഥവാ 7 പോലെയുള്ള ദിവസങ്ങളിൽ ഹക്കീക്ക അറുക്കുമ്പോൾ ആ ഹക്കീക്ക അറുത്ത മൃഗത്തിന്റെ വലത്തെ പുറക് വയറ്റാട്ടിക്ക് കൊടുക്കൽ സുന്നത്താണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ എന്ന 2 പേരമക്കൾ ജനിച്ചപ്പോഴും ഹക്കീക്കയായി ആടറുത്തു എന്നും ആ അറുത്ത ആടിന്റെ വലത് കുറക് വയറ്റാട്ടിക്ക് കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഫത്ഹുൽ മുഈനിലും തുഹഫയിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. മുടി കളയുന്നവർക്ക് കൊടുക്കലല്ല സുന്നത്ത്. ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്നാ അങ്ങനെയല്ല, വയറ്റാട്ടിക്ക് കുറവ് കൊടുക്കും, എന്നാൽ തല ഒസാനും കൊടുക്കും. ഇങ്ങനെ മുടി ഇറക്കുന്ന ആൾക്ക് തല കൊടുക്കും. അതാരും ഉണ്ടാക്കിയത്, ആരോ പിന്നെ വെച്ചിട്ട് ഉണ്ടാക്കിയതാ. തല മുടി കളയാൻ വന്നോന് ഹക്കീക്കാർത്ത മൃഗത്തിന്റെ തല കൊടുക്കല് ഹറാമാൻ തെറ്റാന്നല്ല, അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല. എന്നാൽ ഈ കുട്ടിയുടെ ഗർഭം അല്ല പ്രസവം എടുത്ത ഉമ്മയുടെ തൃപ്തിക്ക് വേണ്ടി ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നമില്ലാത്ത ഉമ്മയുടെ ഇഷ്ടത്തിന് വേണ്ടി ഭാര്യയെ ഒഴിവാക്കാമോ? ഒഴിവാക്കിയില്ലെങ്കിൽ ഉമ്മയെ ധിക്കരിക്കാകുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. ഒന്ന് വിശദീകരിച്ച് നോക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത് വിശദമായി മറുപടി പറയേണ്ട ഒരു ചോദ്യമാണ്. നമ്മൾ അതിന് സമയമില്ല, ബാങ്ക് കൊടുക്കാനായിരുന്നു. ചുരുക്കത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തങ്ങളോട് സമാനമായ ഒരു ചോദ്യം ചോദിക്കുകയുണ്ടായി. എന്റെ ഭാര്യയെ തലാഖ് ചെല്ലാൻ ഉമ്മ പറയുന്നു, ഞാൻ അവളെ സ്നേഹിക്കുകയും ചെയ്യുന്നു, ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹിയ ജന്നതുക വനാറുക, ഈ ഉമ്മ നിനക്ക് സ്വർഗത്തിനും നരകത്തിനും കാരണമാകും. സ്വർഗത്തിലേക്കുള്ള വാതിൽ നിനക്ക് വേണമെങ്കിൽ നിലനിർത്താം, വേണ്ടെങ്കിൽ അത് വേണ്ട എന്നും വെക്കാം എന്നാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ചുരുക്കി പറഞ്ഞത്. കൂടുതൽ വിശദീകരിക്കൽ ആവശ്യമുള്ള ഒരു വിഷയമായതുകൊണ്ട് ബാക്കി സമയം സൗകര്യമുള്ള ഒരു സമയത്ത് ചോദിക്കുകയാണെങ്കിൽ കൂടുതൽ വിശദീകരിക്കാം എന്ന് ഉണർത്തി. സമയമില്ല, ബാങ്ക് കൊടുക്കാൻ തൊട്ടടുത്തായിട്ടുണ്ട്. കീശേരി എന്തിനാ കൈവക്കി നിൽക്കുന്ന ശരിയെ എടുത്തിട്ട് പറയാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി. ഇനി 1 മിനിറ്റ് ഇപ്പൊ ബാങ്ക് കൊടുക്കും.